എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നലെ ഇവിടെ പാലമ്പൂർന്ന് കുറച്ച് കണ്ടിട്ട് നീരിലൊരു പെട്രോൾ പമ്പിൽ സ്റ്റേ കിട്ടി. സ്റ്റേ കിട്ടിയപ്പോൾ ഇവിടുത്തെ ആളെ വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ മാനേജറാണ് സൂപ്പറാണ്. വന്ന വഴിക്കാൻ കിടന്നു പറഞ്ഞിട്ട് റൂം കാര്യങ്ങൾ ബാക്കിലുണ്ട്, അവിടെ വന്ന് കിടന്നു പറഞ്ഞു സെറ്റായി. ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പ കണ്ടില്ലേ. അങ്ങനെ ആള് വൈകുന്നേരം പോണേക്കാൾ മുന്നേ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഒരു മാനേജർ വൈകുന്നേരമുള്ളുണ്ട്, ആള് മലയാളിയാന്ന് പറഞ്ഞു. അങ്ങനെ ആള് വന്നിട്ട് നോക്കുമ്പോൾ എവിടെയാ കണ്ണൂരുള്ളതാ, ഹരിദാസ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആള് ജാതി കമ്പനി രാത്രി ഫുഡൊക്കെ ആള് വാങ്ങിച്ചു തന്നു. എന്താ ചെയ്യുക, ഫുള്ള് നല്ല കമ്പനി അറിയില്ലേ. അങ്ങനെ ഞാനിപ്പോൾ രാവിലെ ഞാൻ നേരത്തെ പോകാൻ പറഞ്ഞു ആൾ ചായ കുടിച്ചിട്ട് പോകാൻ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഞാൻ ആളോടൊന്ന് സംസാരിക്കാം. അങ്ങനെ ഞാൻ പോവാൻ നോക്കട്ടെ, എന്നാ പോവാൻ നോക്കട്ടെ. ആ ഇവിടുന്ന് രണ്ട് വീട്ടിക്ക് എന്തോരുണ്ട്? വീട്ടിക്ക് എന്തോരുണ്ട്? 12 മണിക്കൂറാ? ആ ഞാൻ 12 മണിക്കൂർ വിളിയാ. അതായത് 6 റൂട്ടിക്കാ പാലമ്പൂർ റൂട്ടും. ആ പിന്നെ നാട്ടിലെന്താ ചെയ്തിരുന്നത്? നാട്ടിൽ ഞാൻ അവിടെ സൂറത്തിലുണ്ടാവുന്ന കുറച്ചാള്. ആ ലേറ്റിന്റെ അവർക്ക് എൻ്റെ അച്ഛനവരൊക്കെ സൂറത്തിൽ തന്നെയാ. ആ ഫാമിലിക്കാർ അച്ഛൻ്റെ അനിയന്മാർ ചേട്ടന്മാരൊക്കെ അവിടെ ഉണ്ട്. അവർ കൊല്ലം കുറേ അവിടെ ഉള്ളതാ. ഞാൻ കുറച്ചാൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നിർത്തി. പിന്നെ വൈഫിന് പാലക്കാട് എഞ്ചിനീയറിന് പഠിക്കാൻ വേണ്ടി സീറ്റ് കിട്ടിയിരുന്നു എംടെക്കിന്. അപ്പോൾ അവിടേക്ക് പോയി പിന്നെ അങ്ങോട്ട് മാറിയത്. പിന്നെ ഇത് കുറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ പോവാന്നുള്ളത്. ഇങ്ങോട്ടേക്ക് വരാനുള്ള പരിപാടി എങ്ങനെയായിരുന്നു? എങ്ങോട്ട്? ഈ ടൂറ് ഇത് കുറെ കാലം മുന്നേ പ്ലാൻ ചെയ്തിട്ടുള്ളതാ. ഇപ്പൊ ഒരു ഗ്യാപ്പ് കിട്ടി പറയുന്ന മാത്രം. സൺഡേ പബ്ലിക് കുറവല്ല. ഇപ്പൊ വണ്ടി കുറവാ. കാരണം നമ്മളെ വണ്ടിന്റെ ഡ്രൈവർമാരൊക്കെ രാജസ്ഥാനികളാണ്. രാജ്യത്തേക്ക് ആരും കാണില്ല. ഒരാഴ്ച കറക്റ്റാ. ഒരാഴ്ച 10 ദിവസത്തേക്ക് വണ്ടികളുണ്ടാവില്ല. ഹോളിയിലും എല്ലാ ഗാരേജിൽ വെച്ചിട്ടുണ്ടാവും. എല്ലാം വെച്ചിട്ട് പോയിരിക്കും. ഇതെന്തിനാ ഇങ്ങനെ പെട്രോൾ ക്യാനിൽ കൊണ്ടുപോകും? അളന്ന് നോക്കാം രാവിലെ കുറഞ്ഞിട്ടുണ്ടോ നോക്കാൻ വേണ്ടിട്ടാ. ഇത് പെട്രോള് ടെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ. ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നില്ലേ കുറഞ്ഞ? ആ അല്ല ഞാൻ അല്ല പെട്രോൾ പമ്പിലാണ് ഞാൻ കിടക്കണത്. അപ്പൊ എല്ലായിടത്തും ഇങ്ങനെ ചെയ്യാണ്ടിട്ടുണ്ട്. അളന്ന് നോക്കും. ആളെ വിടുന്നില്ലേ ചായ ഉണ്ടാക്കാൻ കൊണ്ട് നിർത്തി കൊടുക്കുക. സൈക്കിളൊക്കെ ഇവിടെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ. ഫുൾ കാര്യങ്ങൾ സെറ്റാണ്. അങ്ങനെ 67 മോഡൽ വണ്ടിയൊക്കെ ഉണ്ടല്ലോ അതിലിപ്പോഴും. ഇത് ഗ്ലാസ് എന്ത് ചെയ്യേണ്ടത്? ഉള്ളിലേക്ക് ഗ്ലാസ് കഴുകിയിട്ടൊക്കെ ഉള്ളത്. ആള് വന്നിട്ട് കുറച്ച് കാശ് എടുത്തിട്ട് കയ്യിൽ വന്നു. ഇത് വെച്ചോ, ഞാനും കുറെ റൈഡ് ചെയ്യണതാ. ഞാൻ പറഞ്ഞു വേണ്ട കേട്ടാന്നൊക്കെ പറഞ്ഞു. ആള് കുഴപ്പമില്ല നീ വെച്ചോ, ആവശ്യം വരുന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇവിടെ നിന്ന് പോകണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് തോന്നുന്നു. മലയാളികളും സ്നേഹമുള്ള കുറേ ആൾക്കാരുണ്ട് കണ്ടില്ലേ. ആള് പണ്ടത്തെ റൈഡറാണ്. 65 മോഡൽ ബുള്ളറ്റൊക്കെ ഉണ്ട്. കാരണം ആളുള്ള കഥകളൊക്കെ വേറെ ഇരുന്നിട്ട് ആള് കുറേ കാലമായിട്ട് ഇപ്പോൾ പോലൊന്നുമില്ല അങ്ങനെയൊക്കെ പറയാം. ഞാൻ പോട്ടെ എന്നാ. വെയിൽ വരണേക്കാൾ മുന്നേ അടുത്ത സ്ഥലത്തേക്ക് എത്താൻ പറ്റി കഴിഞ്ഞാല് 40 കിലോമീറ്റർ അല്ലേ ഉള്ളു ഇഞ്ഞോടുന്ന്? 40 കിലോമീറ്റർ അല്ലേ ഉള്ളോ? അപ്പൊ ശരി കാണാം. ഞാൻ എന്തായാലും വിളിക്കേട്ടനെ. മാവല്യത്തിന് മുമ്പില് അവിടെ ഉണ്ണിന്ന് പറഞ്ഞൊരു മലയുണ്ട്. അതിനിപ്പുറത്ത് ഇക്ബാൽഘട്ടില് റോഡിൽ തന്നെ ഹൈവേ അടിപ്പെല്ലാം മാറിയിട്ടുണ്ടോ, അവിടെ ഉണ്ട് ഒരു മലയാളി. അല്ല ഞാനിപ്പോ എന്തായാലും ഒരു 11 മണിക്ക് നമ്മള് നിർത്തല്ലോ. അതിന്റെ ഇടയിൽ നിർത്താൻ നിൽക്കില്ല. പിന്നെ ഇന്നെങ്ങനെയാലും അങ്ങോട്ട് എത്താൻ നോക്കി കഴിഞ്ഞാല് ശരി. അപ്പോ അങ്ങനെ പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങി. നല്ല ഫ്രണ്ടിലൊക്കെ നല്ല വിഷയല്ല. ഫ്രണ്ടില് ഫുൾ മലകളും ഒന്നും മലയും. ഇവിടെ നിന്ന് കുറച്ച് ദൂരം കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇന്നലെ വരുമ്പോൾ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു ഫോറസ്റ്റ് ഏരിയ വരെ. എന്തോരം കഴിഞ്ഞിട്ടാന്ന് അറിയില്ല. ഈ ഗ്രാനൈറ്റൊക്കെ കട്ടിയാണ് കമ്പനികളാണ് കണ്ടില്ലേ. ഫുള്ള് വലിയ വലിയ കമ്പനികൾ മാത്രമാണ് ഇവിടെ. ഇതാണ് ഏറ്റവും കൂടുതൽ തോന്നുന്നുണ്ട്. അങ്ങനെ നല്ല തണവുണ്ട് രാവിലെയൊക്കെ. രാത്രി കഴിഞ്ഞൊരുമാതിരി വൃത്തികെട്ട അല്ല, രാത്രിയല്ല രാവിലെ ഈ പറഞ്ഞ പോലെ എനിക്ക് കഴിഞ്ഞാൽ നല്ല തണവ്. ഉച്ച കഴിഞ്ഞാൽ വൃത്തികെട്ട ചൂട്. ഇന്നലെ 34-35 ഉണ്ടായിരുന്നു. ഇന്നലത്തെ ഇതിൽ നോക്കിയപ്പോൾ നാളെയും മറ്റന്നൊക്കെ 40 ആവുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നേ. കുറഞ്ഞ ഭാഗ്യം. അയ്യോ മൂക്കടഞ്ഞു തുടങ്ങി. വേഗം പോവാൻ നോക്കാം. എത്ര 71 കിലോമീറ്റർ ഉണ്ട് മൗണ്ട് അബൂലേക്ക്. ഇഞ്ചി പോവാൻ നോക്കട്ടെ.
ഫുള്ള് കുന്നാണ് ഫ്രണ്ടിൽ കണ്ട, വലിയ വലിയ കുന്നോളാണ്. ഓ അങ്ങനെ ഗുജറാത്ത് കഴിയാറായി. ചെക്ക് പോസ്റ്റ് അല്ല, അതിർത്തിയാണ് വരുന്നത്. അങ്ങനെ ഗുജറാത്തിൽ നിന്ന് നമ്മൾ വില പറയുകയാണ്. ഗുജറാത്ത് പോലീസ് വെയിലാട്ടാ. ഇന്നലത്തെ അത്ര ഇല്ല, പക്ഷേ ഇന്നൊരു 3 മണി കഴിയുമ്പോഴേക്കൊക്കെ 38 കാണിക്കുന്നുണ്ട്. എപ്പോഴേക്കാണ് ആവുക. ഇവിടെ ഈ ചെക്ക് പോസ്റ്റ് അല്ലാണ്ട് വേറെ ഉണ്ടാവട്ടെ, ഞാൻ അറിയില്ല. അപ്പോൾ റോഡ് നമ്മൾ ഇവിടുന്ന് ഞാൻ പോകണമെന്ന് പറഞ്ഞാൽ നേരെ മൗണ്ട് അബൂലേക്കാണ്. മൗണ്ട് അബൂലേക്ക് മൊത്തം 43 കിലോമീറ്റർ ഉണ്ട്. ബ്ലോക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നോക്കി നോക്കാം എന്താറുണ്ടെന്ന്. അങ്ങനെ ബോർഡർ കടന്നു മക്കളെ, നമ്മളൊടുക്കം രാജസ്ഥാനിലേക്ക് എത്തി. അങ്ങനെ ഇനി രാജസ്ഥാനിലേക്ക് പോവാം. ഇനി രാജസ്ഥാനിൽ എന്താവെന്ന് കണ്ടറിയാം. ഗുജറാത്തിൽ ഫുൾ പണി നടന്നു. തല കറക്കം, തേനീച്ച കുത്തല്, ഫുൾ സീൻ നടന്നു. ഇനി രാജസ്ഥാനിൽ മരുഭൂമിയിലൊക്കെ എന്താ ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയിട്ട് ഒരു ഇനി. അപ്പോൾ ചവിട്ടട്ടേട്ടാ, കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. 43 കിലോമീറ്റർ. ഗുജറാത്തിൽ നിന്ന് രാജസ്ഥാനിലേക്ക് കടന്നപ്പോഴേക്കുള്ളൊരു വെറൈറ്റി സാധനം കാണിച്ചായിരുന്നു. ഫ്രണ്ടിൽ തന്നെ വൈൻ ഷോപ്പ്. ഗുജറാത്താണ്ട് കടന്നപ്പോഴേക്കും വൈൻ ഷോപ്പാ. കറക്റ്റ് ഞാൻ എത്തിയതാ തുറക്കണു. തുറക്കണം ഒരു ഐശ്വര്യം കണ്ടിട്ട് പോവാ അവിടുന്ന്. വേഗം തുറക്കട്ടെ ചേട്ടാ, ഇത് പിടിച്ചിരിക്കണം. കണ്ടോ അവിടെ ബീർ അടിച്ചിരിക്കണ ആൾക്കാർ. എന്താല്ലേ രാജസ്ഥാനിലേക്ക് കടക്കുമ്പോഴേക്കും ഭയങ്കര ഐശ്വര്യമാണ്. നേരെ വൈൻ ഷോപ്പ് തുറന്ന് തരുന്നുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടാ. AC റൂം 1499 അല്ല, 159 അല്ലേ. ചേട്ടാ തുറക്കൊന്ന് കാണട്ടെ ഞാൻ. ആള് ഭയങ്കര അവാർഡാ തുറക്കണം കാണാമെങ്കിൽ. ഞങ്ങൾ അടിച്ചു വെച്ചിട്ട് തുറക്കണം. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഒരു കേരള ടയേഴ്സ് എന്നുള്ളൊരു ബോർഡ് ഉണ്ട്. മലയാളി ഉണ്ണീന്നാണ് പേര് വന്നത്. ഫുൾ മലയാളി കേട്ടോ. എവിടെ പോയാലും മലയാളികളാണ്. പിന്നെ അവിടെ ചായ കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ടുണ്ട്. ചെക്കൗട്ടിരിക്കുന്നുണ്ട്. നാരങ്ങ ഇത് നാരങ്ങത് ആ അതിന്റെ കട അല്ലേ. ഫുൾ കപ്പയാണല്ലോ അവിടെ. കഴിക്കാൻ മാത്രം ആയിട്ടില്ലേ? ആ ഫുള്ള് കപ്പ നട്ട് വെച്ച് കൊടുക്കുക അല്ലേ. സ്റ്റോറുണ്ട്. ഇത് ചേട്ടൻ്റെ സ്ഥലം തന്നെ. ഇത് നമ്മളെ പുറമ്പോക്കെന്ന് പറയണ. ആ പറയുമ്പോ മാറ്റാന്ന് മാത്രല്ലേ. പക്ഷെ ഇവിടെ കൊറേ കാലായില്ലേ. ആ ഞാനിപ്പോ ഇവിടെ അബു റോഡിൻ്റെ ഉള്ളൊരു മാർക്കറ്റിൽ എത്തിപ്പെട്ടു. ഇനി ഇവിടുന്ന് എന്താ പറയുക, ഇവിടുന്ന് 28 കിലോമീറ്റർ ഉണ്ടല്ലോ. അങ്ങനെ അബു റോഡിൻ്റെ ഉള്ളിൽ നിന്ന് 28 കിലോമീറ്റർ ഉണ്ട്. ഇനി മാർക്കറ്റ് കാണിച്ചു തരാം. അബു റോഡിലത്തെ കടപ്പ് മാർക്കറ്റ്. അബു റോഡ്. ഓ പിന്നെ ഉള്ളിലേക്ക് വന്നപ്പോഴേ എന്തൊരു സമാധാനം.
തണല് തണവ് ഒക്കെ കൂടിയായി പുളി ബൈ ये रिंग मिलेगा नहीं വെള്ളിക്കട ഉള്ളതാ വെള്ളിക്കടയിൽ റിങ് ഒക്കെ ഉണ്ടോയെന്ന് ചോദിച്ചതാ നോക്കുമ്പോൾ മതി ഉണ്ടാക്കാൻ നോക്കാമല്ലോ भाई इधर ये रिंग है नहीं हैं കുറേ വെള്ളിക്കടകളുണ്ട് കിടപ്പ സാധനങ്ങൾ പക്ഷേ റിങ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ രാജസ്ഥാനിലുള്ള കുറേ സാധനങ്ങളൊക്കെ കണ്ടിട്ടില്ല നമുക്കെല്ലാം ഉണ്ടോ നോക്കാൻ കിട്ടാം തിരക്കുള്ള മാർക്കറ്റോട്ടത് അത്യാവശ്യത്തിന് എല്ലാ സൈഡിക്കുണ്ട് നമ്മളെല്ലാ സൈഡിക്കൊന്നും മുകളിൽ ഇവിടെ നേരെ മാത്രം പോകാൻ സ്ഥലം വേറെ ഭാഗമില്ല നല്ല പേടക്കടയൊക്കെ ഉണ്ട് ഇവിടെ കണ്ടില്ല നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ कितना है 240 किलो का ഒരു നായക്കുട്ടി നായ കടിച്ചു പൊളിച്ചു പാവണ്ടല്ലേ പാവുണ്ട് അതിന് എന്ത് കടി കടിച്ചു കഴിഞ്ഞിട്ട് അതിനെ പിടിച്ചിട്ട് 4 കുടച്ചല്ലേ നോക്ക് അമ്പോ നായ്ക്കളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് എന്താ കണ്ടേക്കണേ ഈ റോഡ് നോക്കി നല്ല കിടപ്പന കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ നല്ല ഇഷ്ടമായി പല പാവൊക്കെ ഉണ്ടല്ലോ അവിടെ കണ്ടിട്ടോ ഭയങ്കര ചെറിയൊരു മാർക്കറ്റാണ് ചെറിയ മാർക്കറ്റില്ല നല്ല വലിയ മാർക്കറ്റാണ് പറഞ്ഞ തെറ്റില്ല അയ്യോ ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ ഹോട്ടലുകളൊന്നും കാണാനില്ല കേട്ടോ സ്വീറ്റ്സിൻ്റെ കടകൾ മറ്റേ ഡ്രസ്സിൻ്റെ കടകൾ കുറേ ഉണ്ട് അമ്പലങ്ങളിലെ കുറേ സംബന്ധമായിട്ടുള്ള കുറേ ഉണ്ട് ഫ്രെയിമുകൾ ഫോട്ടോകൾ ഇത് ഇവിടുത്തെ പെണ്ണുങ്ങളുടെ ഡ്രസ്സുകളാണ് രാജസ്ഥാനി പെണ്ണുങ്ങളുടെ ഡ്രസ്സുകളുണ്ട് ഇവിടുത്തെ നല്ല തിരക്കായിരുന്നു ഇതിന് പുറത്തേക്ക് ഇറങ്ങല് എളുപ്പമുള്ള പരിപാടിയല്ല ഇപ്പോൾ ഈ ഉച്ച നേരം ആയിരുന്നു കൊണ്ട് ഇത്ര തിരക്ക് കുറവ് അല്ലെങ്കിൽ ഗംഭീര തിരക്കാവും ചിലപ്പോൾ കഴിയാറാണ് ഓട്ട അറിയില്ല മക്കളെ ഭാഗ്യമുണ്ട് ഈ നട്ടുച്ച നേരത്തിനുള്ളിൽ വന്ന് വിട്ടത് നട്ടുച്ച ആയിട്ടില്ല 11:30 ആയിട്ടുള്ള കുറച്ചും കൂടി കഴിയാൻ ചിലപ്പോൾ ഗംഭീര തിരക്കാവും വൈകുന്നേരം ആയി കഴിഞ്ഞ് എന്തായാലും ഇത് കണ്ടോ കുറേ കടകളുണ്ട് എന്തൊക്കെയോ അങ്ങനെ മാർക്കറ്റ് കഴിക്കാം വിഷ്ണു തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് കഴിക്കാൻ അങ്ങനെ നേരെ മൗണ്ട് അബൂലിക്കുള്ള വണ്ടി കയറി ഇന്ന് എന്തെങ്കിലും എത്തില്ല ഉറപ്പായി അങ്ങനെ നേരത്തെ കണ്ടാട് വന്നിട്ട് 60 രൂപയ്ക്ക് വണ്ടിയിൽ കയറ്റിയിട്ടെന്ന് പറഞ്ഞു ഷെയറാണ് ആൾക്കാരുണ്ട് ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അവർ പറഞ്ഞുള്ളൂ ഭയങ്കര ക്ഷീണമായിരുന്നു അങ്ങനെ സാധാരണ ഒരാൾക്ക് 100 രൂപയാണ് അയാൾ അറിയണ കാരണം എനിക്കറിയുന്നില്ല അവിടെ സൈക്കിൾമാരുടെ കണ്ട കാരണം ആൾ പറഞ്ഞു 60 രൂപയ്ക്ക് കയറ്റിയിട്ടെന്ന് പറഞ്ഞു
തെങ്ങല്ല, കൂടുതൽ മറ്റേ ഈന്തപ്പനകളില്ല. നോക്കി എല്ലായിടത്തും ഈന്തപ്പനകളാ, ഫുള്ള് ഈന്തപ്പന അഞ്ച് കളിയാണ്. കുറേ ഹോട്ടലുകളുണ്ട് കേട്ടോ മോഡലൊക്കെ കണ്ടില്ലേ, കണ്ടമാനം ഹോട്ടൽ. അങ്ങനെ മൗണ്ട് അബൂന്ന് നമ്മൾ അവിടുന്ന് വണ്ടിയിൽ ഇങ്ങോട്ട് കയറി വന്നിട്ട് ഇവിടെ നക്കി ലേക്ക് എന്നാ അങ്ങനെ എന്തൊരു പേര് പറഞ്ഞേ, നക്കിന്നാ നീ പറഞ്ഞതുകൊണ്ട്. എൻ്റെ ഒന്നുമില്ല അമ്മാമേ, ഞാൻ ചെയ്യാനാ, ഞാൻ തന്നെ പിച്ചേറ്റ് അവിടെ നടക്കണം. അതിനിടയിൽ ഇങ്ങനെ ചോദിച്ചു ഞാൻ എന്ത് ചെയ്യുക. അങ്ങനെ നക്കി ലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ 22 കിലോമീറ്റർ കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് അവിടുന്ന് കയറി വന്നുള്ളത്. ഹിൽ സ്റ്റേഷനാണ് ഫുള്ള്. അങ്ങനെ കയറി വന്നിട്ട് നോക്കുമ്പോൾ ഇവിടേക്ക് ഇതിൻ്റെ നടുക്കിൽ ഒരു വലിയ ലേക്ക് നോക്കി. ആ സംഭവം ഇവിടെ തന്നെയല്ലേ, ഇത്ര ഹൈറ്റിലേക്ക് ഇത്ര ഹിൽ സ്റ്റേഷൻ മുകളിൽ കയറി വന്നിട്ട് അതിൻ്റെ നടുക്കുള്ള ലേക്ക് നോക്കി. ഭയങ്കര സെറ്റപ്പാട്ടാ. ഒരു പാർക്ക് പോലത്തെ ഒരു ഇതിലുണ്ടാക്കി വെച്ച് കൊടുക്കുക. കളിക്കുള്ള വാട്ടറിൻ്റെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. കണ്ടോ പിള്ളേരെ ചേർന്ന് ഓടണമുണ്ടോ. നമുക്ക് ഓടാൻ വയ്യ, കാരണം പറ്റില്ല. മറ്റേ ഫോട്ടോ എടുക്കണുണ്ട്, കറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാനുള്ളത്. ജയിച്ചോടിന്ന് കഴിക്കണം നോക്കി. കുറേ സാധനങ്ങളുണ്ട് ഇവിടെ, കടകളും കുറേ പരിപാടികളുണ്ട് ഇവിടെ. ബോളിലൊക്കെ ഇറങ്ങണതിന് എത്രയാണാവോ, ബോട്ടിങ് പരിപാടികൾ ഫുള്ള്. അപ്പുറത്തും കൊണ്ടിട്ട് കുറേ ഈ ലേക്കിൻ്റെ ചുറ്റും ഇറങ്ങിട്ട് നടക്കാനുള്ളതുകൊണ്ട് കുറേ കണ്ട ഫോട്ടോ എടുക്കണവര്. ഹേയ് ഫുള്ള് കളർ സാധനം ഉണ്ടിട്ട് അവിടെ കുറേ സാധനങ്ങളുണ്ട് വെക്കാനൊക്കെ. ഹലോ, ഒന്നും വേണ്ട മോനെ, മച്ചിലി കലി ഒന്നും വേണ്ട. നേലോനാ ഇവര് വിടണില്ല, പിള്ളേര് സീന. ഇത് മൂന്നാർ പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ എന്നെ വിളിച്ചെടുത്തി. ഇതൊരു മൂന്നാർ ഒരു തേങ്ങയില്ല കേട്ടാ. ഇവിടേക്ക് സൈക്കിളൊക്കെ എടുത്തു ഞാൻ പെട്ടെന്ന് ചൂട് എടുത്തിട്ട്. ചെറിയൊരു തണവുണ്ട് മാത്രം, കാലത്തുള്ള തണവില്ല, അത്ര പോലും തണവില്ല. ഇവിടുന്ന് എൻട്രൻസ് ബോട്ടിലേക്ക് വേണം. ഞാൻ ബോട്ടിലൊന്നും പോകണില്ല, നമുക്ക് ഈ ബോട്ടിൽ പറ്റിയ വലിയ കാര്യമൊന്നുമില്ല. നെയ് ബോലാ ലേക്ക് മൊത്തത്തിലുള്ള വ്യൂ. ആരെ എന്നെ കൊണ്ടല്ലേ അത്യാവശ്യത്തിന് വലിപ്പം എന്ന് പറഞ്ഞാൽ അത്ര വലിപ്പമുള്ള കേട്ടോ. ഇത് ഉണ്ടാക്കിയിട്ടുള്ള ലേക്കാണോ? അല്ല അല്ലേ, ഉണ്ടാക്കിയിട്ടുള്ള നല്ല ശരിക്കുള്ള ലേക്ക് തന്നെ. അവിടെ പിള്ളേരെന്ത് സാധനം വിൽക്കാൻ നടക്കേണ്ടത് കണ്ടോ, ചന്ദനുണ്ട്. ये क्या है? मछली के लिए आटा। ये क्या करने का? मछली को ये नीचे नहीं ഇതേ തീറ്റിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവർക്കും തീറ്റിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാ. അവിടെ ഫോട്ടോഷൂട്ട് പരിപാടിക്ക് നമുക്ക് ഫോട്ടോഷൂട്ട് ഒന്നും വേണ്ട. ഓ എന്ത് ചൂടാ അവിടെ കിട്ടുക. ഈ കുന്ന് ഞാൻ കയറി എന്ത് പണി വിട്ടുണ്ടാവൂലേ. ഇവിടെ ആകെ മൂന്നാറ് പോലെയാണ് മല മലയ്ക്കെന്ന് പറഞ്ഞിട്ട്. എന്ത് ചൂടാ, ഒരു രക്ഷയില്ലാത്ത ചൂടാ അവിടെ. ഒന്നും പറയണ്ട മക്കളെ. പക്ഷേ നല്ല ഇവിടുത്തെ സീസൺ ടൈമിൽ നല്ല സൗകര്യമാണ് ഇപ്പോൾ അവിടെ. നമുക്ക് ഇവിടേക്ക് ആ ടൈമിൽ വന്നല്ലാറുള്ള ഗെയിം സോണ് കുറേ പരിപാടികളുണ്ട് കേട്ടോ അവിടെ. ഫുഡിൻ്റെ കുറേ ഉണ്ട് മെയിനായിട്ട്. അങ്ങനെ ഇവിടെ ഒരു വഴി എത്തിയപ്പോൾ അതിങ്ങനെ അടച്ചിട്ടുണ്ട്. അപ്പം നടന്ന് വേണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. എന്താണെന്ന് അറിയുന്നില്ല, വെറുതെ പോയേക്കാം. ഇവിടെ ഇപ്പം എന്തായാലും ഈ ലേക്കിനല്ലേ കാണണമല്ലോ. തൽക്കാലം ഇത് കാണുക. ആരും ഈ ടൈമിലൊന്നും ഇവിടേക്ക് വരേണ്ടതില്ല. നല്ല ചൂടാണ് ഒന്നാമത്. മതിലുകളൊക്കെ നോക്കി നല്ല രസമില്ല. ചായ ഹിന്ദിക്കാർ നോക്കുന്നുണ്ട്, ഹിന്ദിയിലൊക്കെ പറയണേ. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവണ്ട. നല്ല വെയിലാട്ടോ. ഇവിടെ കുറേ റൂമുകളൊക്കെ ഉണ്ടെന്നുണ്ട് മുകളിലിട്ട. ഗ്യാസ് കയറി. അങ്ങനെ ഇവിടെ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ ഈ ലേക്കിൻ്റെ ചുറ്റുപാടും ഫുള്ളായിട്ട് നടക്കാൻ കൊണ്ട് ആകെ കൂട്ടിയിട്ട് അത് തന്നെയാണ് കൊണ്ടുള്ളത്. കുറേ നടന്നു കഴിഞ്ഞാൽ പോസ്റ്റ് ആവുകയാണാവോ. നല്ല ആൾക്കാർ നടക്കണൊക്കെ ഉണ്ട്. പക്ഷേ കണ്ടമാനം ദൂരം നടക്കാണ്ടതുകൊണ്ട് കണ്ടമാനം മീനിട്ടിട്ടില്ലേ. അവൻ്റെ പിന്നെ എന്തോരം മീനാ. ഇടയ്ക്ക് പൊന്തി വരല്ലോ കണ്ടോ, കലക്കവെള്ളം പോലത്തെ ഉള്ളത്. എന്ത് വെയില. മൂന്നാർ കറക്റ്റ് മൂന്നാറാ.
നല്ല തണവാന്ന് പറഞ്ഞേ, നല്ല തണവ. വലിയ വലിയ പാറകളൊക്കെ മുകളിൽ നോക്കി, ഗംഭീര പാറയുടെ മുകളിലുണ്ടോ. പാറയുടെ ഇടയിൽ ഒരു അമ്പലമൊക്കെ ഉണ്ടതുകൊണ്ട് പാറയുടെ ഷേപ്പൊക്കെ നോക്കി. വെള്ളം വീണ്ട് ഇതെന്ത് ഇങ്ങനത്തെ ഓരോ ഓട്ടോകളിൽ ഇതിന് മുകളിൽ കയറാൻ പറ്റുവാണാവോ. ഒയ്യൻ്റെ പൊന്നു ആരോടെ ഇരിക്കണേ. ഹായ്, പേടിച്ചു ചോദിച്ചേ. ഞാൻ നോക്കണിട്ടോ നോക്കിയിരിക്കാവുണ്ട്. ഞാൻ മുകളിലേക്ക് നോക്കിയിട്ട് പോലെ അപ്പം അതിങ്ങനെ മുകളിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. ഞാൻ നോക്കണിട്ടോണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ടില്ല, ഒരാളുടെ മണ്ടാൻ കയറിട്ട് സാധനം കടിച്ചിട്ടൊറ്റ വലിയ അടിക്കുന്നത്. ആ വ്യൂ പോയിൻ്റ് എത്തി. ഓ കിതച്ചു കൂട്ടാവാനായിട്ട്. എന്നിട്ട് ഇവിടെ എല്ലായിടത്തും അമ്പലങ്ങളാണ്, അതാണ് കൂടുതൽ. എന്നിട്ട് ഇവിടെ അടച്ചു വെച്ചിട്ടുള്ള ഒരു ഓട്ട. എൻ്റെ പൊന്നോ, അതിൻ്റെ ഉള്ളിൽ കിണറാ. അത് കിടക്കാൻ പരിപാടി കിണർ അതിൻ്റെ ഉള്ളിൽ ഇത്. അടുത്ത ആളോട് ഇരിക്കുന്നുണ്ട്. വലിയ കുരങ്ങന്മാരാ നോക്കിയേ. അതിൻ്റെ ഇടയിൽ കുഞ്ഞി കുരങ്ങുണ്ട്, ഇത്തിരി വന്ന് ചുണ്ണിക്കുരങ്ങൻ. നീ നോക്കണ്ട, ഞാനൊന്നും ചെയ്യണില്ല. 2 ടീൻസാവുണ്ട്. മുകളിലൊക്കെ കുരങ്ങന്മാരാ. നോക്കി രണ്ടാളോട്ടിരിക്കുന്നു. 3 ആള് മെയിൻ ആളാണുണ്ടത്. അടുത്തേക്കൊന്നും വരില്ല, എൻ്റെ ഒന്നും ഇല്ല കേട്ടാ. ഒന്നുമില്ല. ഇവിടെ നോക്കിയേ കൊക്കൊക്കെയാണ്. ഇതിനുള്ളിൽ വഴിയുണ്ടോ? ഓ വേസ്റ്റൊക്കെ ഇട്ട് നോക്കിയതിനുള്ളിൽ. ഇവിടെ സിംഹവും കരടിയും ഇവിടെ ചീറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ പിന്നെ മെയിനായിട്ട് കയറാളെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലൊരു പാറ കണ്ടില്ലേ, ഏറ്റവും മുകളിലൊരു പാറ. അതിൻ്റെ മുകളിലിരുന്നിട്ട് കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കും. പക്ഷെ കാരണം ഞാൻ നല്ല വെയില്ല അവിടെ. ആ കുന്ന് ഇതിൻ്റെ മുകളിൽ കൂടെ വളഞ്ഞിട്ട് കയറണം എന്ന് പറഞ്ഞേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ കുന്നിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഒന്നാമത് വണ്ടിയിലാന്ന് തോന്നിട്ടില്ല. ഇവിടെ 6 മണി 7 മണി വരെ രണ്ട് വണ്ടി കിട്ടുമെന്ന് പറഞ്ഞേ. അപ്പോൾ 7 മണി എന്ന് പറഞ്ഞാൽ നമ്മളൊരു 6 മണിക്കെങ്കിലും പോയി നോക്കേണ്ടി വരും. അല്ലാന്ന് വെച്ചാൽ പിന്നെ ഇവിടെ നിൽക്കൽ നടക്കില്ല. സൈക്കിളൊക്കെ അടിയിലിരിക്കണേ. സൈക്കിൾ അടിക്ക് എത്തണം, 20 കിലോമീറ്റർ അടിക്ക് പോകണം. ഹിൽ സ്റ്റേഷൻ അറിഞ്ഞ് പോകണം. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് പറഞ്ഞാൽ ഒന്നാമതായിരിക്കും കാണാനില്ല. അതിൻ്റെ മുകളിൽ വീട്ടിലായിരുന്നതുകൊണ്ട് നോക്കി നോക്കാം. അവിടേക്ക് ഇനിയിപ്പോൾ ഈ ലേക്കിൻ്റെ അവിടേക്ക് വന്ന് കിട്ടുന്നു. ഇത് എത്ര ദൂരം കടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേക്കിൻ്റെ അവിടേക്ക് എത്തുകയാണാവോ. അല്ല, ലേക്കിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് എത്തുകയാണാവോ, എൻട്രൻസിൻ്റെ അവിടേക്ക്. നോക്കട്ടെ, കുറച്ചുകൂടി കൂടി നടന്ന് നോക്കാം. ഇവിടെ എന്താ അമ്പലമൊക്കെ കാണാണ്ട്. ഇതുകൊണ്ടോ, ഇത് ഒരു വലിയ കുണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ. സിംഹമൊക്കെ ഉണ്ടാണോ? നായക്കളുണ്ട്, സിംഹമൊന്നും കാണാനില്ലേ. ഇത് റോഡാവുണ്ട് കേട്ടോ. ഇത് നടക്കാൻ പറ്റുന്ന റോഡത്. അങ്ങനെ ഹണിമൂൺ പോയിന്റിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ അവിടുന്ന് 1 കിലോമീറ്റർ നടക്കാനുള്ളൂ. അമ്പോ അവിടെ അതുകൊണ്ട് ശരിക്കുള്ളത് കേട്ടാ. ഞാൻ വേറൊരു ആരില്ലാത്തൊരു എൻട്രൻസ് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ കയറിയതാ. ഇത് മോശമൊന്നുമില്ല മക്കളെ. ഇത് മറ്റേ റോപ്പ് വേഗം കൊണ്ടിട്ടാ. എൻ്റെ പൊന്നോ, എന്തിട്ട സാധനം. ഇങ്ങോട്ട് വന്നത് നഷ്ടമായില്ലേ. ഞാൻ വിചാരിച്ചാൽ ലേക്ക് മാത്രമാവുന്നു. എൻ്റെ പൊന്നോ നോക്കിയോടെ. ഇത്ര വലിയ ഹിൽ സ്റ്റേഷൻ്റെ മുകളിൽ ഞാൻ കയറി വന്നത്. ഇതിൻ്റെ നടുക്കിലാണ് കണ്ട വലിയൊരു പുഴ കിടക്കണേ. ഇത് കിടപ്പാനായിട്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് പൊട്ടിട്ട് കൊടുക്കല. മുകളിലേക്ക് കയറി കാണുന്നു. എന്തിട്ടാ വ്യൂ നോക്കി. ചില്ലറ വ്യൂ ഒന്നല്ല കേട്ടാ. ഇതിപ്പോൾ ഹണിമൂൺ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നത് എന്തെങ്കിലുമൊക്കെ ആവും. ഇതിലെന്തെങ്കിലുമൊക്കെ ആവും. ഇവിടുന്ന് റോപ്പേൽ. ഈ റോപ്പേ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ വേണം റോപ്പേ. അപ്പോഴേ രസം ഉണ്ടാവുള്ളൂ. കിടപ്പനായിട്ടില്ല സാധനം നോക്കി, കളർഫുള്ളായിട്ടില്ലേ. എന്തിട്ട് വ്യൂ നോക്കി. ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് വന്നത്. ഹിൽ സ്റ്റേഷൻ എത്തി. അങ്ങനെ നമുക്ക് ഇവിടുന്ന് പോവാം. അതിൻ്റെ ഈ ഹണിമൂൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ മെയിൻ സാധനം ഉണ്ട്. അതിൻ്റെ ഭാഗത്തേക്ക് എന്തെങ്കിലും കിടക്കാൻ വേണ്ടി നോക്കി നോക്കാം. അങ്ങനെ ഇതാണ് ഹണിമൂൺ പോയിന്റിൻ്റെ എൻ്റെ എത്തി. ഇവിടെ വേറെ എന്ത് വഴിയുണ്ടല്ലോ അടിക്ക്. നമ്മളങ്ങനത്തെ സാധനമാണ് ആയി നോക്കേണ്ടത്. ഇങ്ങനത്തെ ഓരോ ഉഡായ്പ വഴികളുണ്ടാവും. പക്ഷേ ഇത് ടോയ്ലറ്റാണ്. അപ്പം നമ്മൾ ഇതിലേക്ക് അങ്ങോട്ട് ടോയ്ലറ്റ് എന്നല്ല കേട്ടോ. ഇതിൽ നിന്ന് അടിക്ക് ഫുൾ വഴിയുണ്ടതുകൊണ്ട് അടിക്ക് നമ്മൾ അടിക്ക് പോകുന്നില്ല. പോയി കഴിഞ്ഞാൽ നമുക്ക് കയറി വന്നു കഴിഞ്ഞാൽ സമയമില്ല. അതാണ് പ്രശ്നം.
2 ദിവസം അവിടെ നിൽക്കുന്ന വെച്ചാൽ കുഴപ്പമില്ല. പിന്നെ അത് മാത്രമല്ല ഇവിടെ സ്റ്റേ എന്ന് വെച്ച് കഴിഞ്ഞാലും കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ അടിയിലല്ലേ സ്റ്റേ. ഒരു ചേട്ടൻ വന്നിട്ട് സ്റ്റേ റെഡി ആക്കി വന്നു പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ഇന്നില്ല നാളെ വരാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നോക്കട്ടെ. അമ്മ അങ്ങനെ ഹണിമൂൺ പോയിന്റ് എത്തി. ഓ ഇതാണ് നേരത്തെ നമ്മൾ അവിടെ പോയിട്ടാ. ഇതിൻ്റെ വ്യത്യാസം ഒന്നുമില്ല. കണ്ടോ നമ്മൾ ഹണിമൂൺ പോയിന്റിൽ എത്തി മക്കളെ. ഓ ആ റോഡ് നോക്കി കുഴപ്പമില്ല. അവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് അതിന് നടുക്കിൽ കുറച്ച് വെള്ളം, ഇവിടത്തെ വെള്ളം കുറച്ച് മണി വ്യൂ അവിടെ നിന്ന് കിട്ടി അവിടെ നിന്ന് കൊണ്ടല്ലേ. അങ്ങനെ ഇത് കഴിഞ്ഞു. നമ്മൾ ഇവിടെ നിന്ന് പോവാനുള്ള പരിപാടി നോക്കാം. ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടി കാണാൻ പറ്റുമോ നോക്കി നോക്കാം. അപ്പോൾ ശരി, ഇവിടെ നിന്ന് ഇറങ്ങട്ടെ കേട്ടോ വേഗം. അടുത്ത കുറച്ച് ആൾക്കാരെ കണ്ടിട്ട് നടന്നിട്ട് ഇപ്പോൾ ഇത് പറയുക ഇവിടുന്ന് പോവുകയാണോ എന്ന്. ഞാൻ പറഞ്ഞു ആന്ന് പറഞ്ഞു. ഇവർ കുറേ ആൾക്കാർ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വരണേന്ന്. നമ്മൾ ഈ സൺസെറ്റും സൺറൈസൊക്കെ കുറേ പിടിച്ചുള്ളതാണ്. വിഷൽ പിടിച്ചിട്ടേ മനുഷ്യർ ഉപ്പാട് ഇളകിയിട്ടുള്ളതാ. ഇഞ്ചി വിഷൽ പിടിക്കലൊക്കെ കുറച്ച് നിർത്തി. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നാമത് അറിയാത്ത സ്ഥലമാണ്. നമ്മളൊരു വണ്ടി എത്ര മണിക്ക് കിട്ടുക അതൊന്നും അറിയില്ല. അതും കൂടി ഉണ്ട്. നമ്മൾ വെറുതെ ഇവിടെ വന്നിരുന്നിട്ട് കാര്യമില്ല. കേരളം തൊട്ടിട്ട് ഇവിടെ വരെ സൺസെറ്റും സൺറൈസും പിടിച്ചിരിക്കുന്ന നടന്നില്ലേ. ये क्या बोला? टोल रॉक. टोल हैं? टाइम 5 बजे. 5:10. ये क्या बोला? टोल रॉक. ये कितना दूर है ऊपर से? 200 स्टेप है. കേരള 200 സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഓടിപ്പോയി കയറി വയ്ക്കൊക്കെ. സ്റ്റെപ്പ് നടമ്പളേക്കും പോയി ഉണ്ടാവുമല്ലോ. ഇരുന്നൂറ് സ്റ്റെപ്പ് കയറിയിട്ട് കാണാം. ഇപ്പം തന്നെ ചെയ്യാണ്ടായി. ये स्वामी विवेकानंद का? हाँ, इस स्वामी विवेकानंद रॉक है. स्वामी विवेकानंद यहाँ तपस्या किए. हाँ, स्वामी विवेकानंद का नाम सुना है? नहीं. हाँ, स्वामी विवेकानंद का. हाँ, ये रॉक का नाम क्या है? विवेकानंद रॉक है. हाँ, വിവേകാനന്ദ റോക്ക്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. വടിയിൽ വേറെ എന്തൊരു പേരാണല്ലോ പറഞ്ഞത്. എത്തി. ഇതാണ് സാധനം. അയ്യോ അയ്യാണ്ടായി. സംഭവം കുറച്ചുള്ള കുറയൊന്നുമില്ല. അമ്മോ ഇതിനാട്ടിൽ കട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നശിപ്പിച്ചു അയാൾ. പിന്നെ മോളിക്ക് കയറാൻ പറ്റുകയാണോ ഇരിക്കണോക്ക്. അതിൻ്റെ ഇടയിൽ കട്ടിട്ട് മാങ്ങ. അയ്യോ അവിടെയൊക്കെ കുപ്പിച്ചില്ല പൊട്ടിച്ചിട്ട് നോക്കി ഫുള്ള്. അങ്ങനെ ചുറ്റുമുകളിലൊക്കെ ഫുള്ള് കാടാണ്. പക്ഷേ ഈ പാറകളൊക്കെ ഫുള്ള് ഓട്ടോട്ടയാണ്. കണ്ട മറ്റേ ചെതൽ മറ്റേ മരം നിന്നിട്ടുണ്ടാവില്ല, അതേപോലെയാണ് ഫുള്ള് കാണുന്നത്. ഫുള്ള് അങ്ങനെ ഈ സാധനം മാത്രം സ്റ്റൈലേ ഉണ്ടേ. കുറച്ച് സിഗരറ്റ് തേങ്ങ വാങ്ങൊക്കെ കാണുന്ന വെച്ചിട്ട് കണ്ട കുറച്ച് ഉള്ള പരിപാടിയായില്ല. ഇത്ര നല്ല സ്ഥലത്ത് ആൾക്കാർ പറഞ്ഞു എൻ്റെ അടിയിൽ പോസ്റ്റായിട്ട് ഇരിക്കുകയെ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോകാൻ നോക്കാം. ശരി.
ഇവിടെ ഫുള്ള് തേനീച്ചാലോ. അടുത്ത പണി, അടുത്ത തേനീച്ചക്കൂട്ടം വരുന്നുണ്ട് ഗൈസ്. വേഗം പോവാ. ഇതെന്തത് ഞാൻ മോണോർത്തൊക്കെ നിറച്ച് തേനീച്ച കണ്ടോ എനിക്ക്. ഇവിടെ ലേക്കിൻ്റെ സൈഡിലുള്ള കുറേ ഡ്രസ്സ് വെക്കണ കടയാട്ടാ. കണ്ട രാജസ്ഥാനികളുടെ ഡ്രസ്സുകൾ നല്ല സൈറ്റിൽ. ഗുജറാത്തിലുണ്ട് ഇങ്ങനത്തെ കുറേ ഡ്രസ്സുകൾ. ഗുജറാത്തുകളുടെ മറ്റേ ദർഗയുടെ പരിപാടി, അങ്ങനെ കുറേ പരിപാടി ഉണ്ട്. അതിനും കുറേ ഇങ്ങനത്തെ ഡ്രസ്സുകൾ വേണം. നല്ല രസമായിട്ടത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. നമ്മുടെ നാട്ടിലൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ ജാതി ഇട്ടാവും. ഇത് കല്യാണത്തിനൊക്കെ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ജാതി രസമാവും. അത് ഡ്രസ്സ് വിൽക്കണമെന്ന് മാത്രമല്ല, സ്റ്റുഡിയോ ആണ്. സിമ്രാൻ ഫോട്ടോ സ്റ്റുഡിയോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ഇട്ട് 30 രൂപ പേയ്മെൻറ്റ് അങ്ങനെയാവും. ദൈവം കുറച്ച് ആൾക്കാർ നല്ല സൈഡിൽ ഡ്രസ്സ് ഇട്ടിട്ട് ശരിക്കും ഇങ്ങനെ ഈ കപ്പിൾസൊക്കെ ആയിട്ട് പോകാൻ വെച്ചാൽ അത് രസമാവും. ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. എത്ര രൂപയ്ക്കാണോന്ന് അറിയില്ല കേട്ടോ. ഇതിന് ചോദിക്കാൻ നിൽക്കണമെന്നില്ല. പോവാ അപ്പം ഞാൻ എന്തായാലും ഓടുന്നത്. ഇവിടെ കുറേ ഐസ്ക്രീമിൻ്റെ ഷോപ്പുകളുണ്ട്. കുറേ ഉണ്ടല്ലേ. ഗണ്ണ് കിട്ടാണ്ട് കുറേ ഗണ്ണ് ഫ്രഷ് ഗണ്ണ്. ഗണ്ണുകൾ നോക്കി. എയർ ഗണ്ണുകളൊക്കെ പെടപ്പ എയർ ഗണ്ണുകളുണ്ട് ഇവിടെ. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോ, പറയൊന്നും വേണ്ട. അങ്ങനെ വെച്ചാൽ ലേസുകൾ, പെൺപിള്ളേരെ കുറേ ഡ്രസ്സൊക്കെ ഉണ്ട് ഇവിടെ. അയ്യമ്മോ, ഇവിടെ കുറേ ഉണ്ട്. ഇവിടെ ഒന്ന് വെറുതെ കയറി നോക്കി നോക്കാം. ബൈ ഏ റിങ് ടൈപ്പ്. इस टाइप का ये लग रहा है। हाँ, ये चप्पल। हाँ हाँ हाँ, ये ज़्यादा टाइप है। ये वाला कितना? 1 मिनट। 450। ये ज़्यादा प्राइस है। सिल्वर का है ये, सिल्वर है ये। 100 रुपये का। ये ज़्यादा प्राइस है। എന്തുവല്ല ഇത്. എൻ്റെ മുക്കുമാർക്കുന്ന 100 രൂപയുള്ള അവൻ്റെ തന്നെ 400 റുപ്യ വന്നു. അതൊന്നും സിൽവറിനെയാണ്. നമുക്കങ്ങനെ കാശ് കൊടുത്ത് സിൽവർ വാങ്ങണ്ട. ഓക്കെ ये क्या है? मिल्क है नहीं, रबड़ी नहीं. അങ്ങനെ ഇവിടെ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. നമുക്ക് അപ്പുറത്താടയിൽ പോയി നമുക്ക് കേൾക്കാം. ഇവിടെ വേറെ ഷോപ്പുണ്ട്. भाई भाई ये नो फ्री है। हाँ, ये रिंग दूसरा टाइप है। आपने पहना वैसा मिलेगा। हैं? आपने पहना वैसे ही मिलेगा। हाँ, देखने का कुठे नोस्टन संधी वाली ती બોલને ઉંભે મારી સાઈડ ഓടണം કેમ સાંભળ પછી મેં એને કીધું કે તો ઉંભે શું કરી લે સુપ્રીમ કોર્ટમાં એક ખાતા છે ये देखो भाई ये कितना है? 1 ही पीस का। कौन सा ये वाला? हाँ, अभी तो 180 का एक आएगा। 180 है। रियल सिल्वर का ये, आर्टिफिशियल नहीं। ये हमारा है। അങ്ങനെ നോക്കി ചെരുപ്പുകളൊക്കെ പടപ്പം കാണുന്നുണ്ട് കേട്ടോ. കള്ളുമുട്ടികളൊക്കെ ഉണ്ടല്ലോ കുറയിൽ. ഹേയ്, ഇത് നമ്മുടെ ശിവനമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ പടപ്പിനായി കിട്ടും. നമ്മുടെ കാശ് കൊടുത്തിട്ട് ആകുന്നു വേണ്ട. ഈ ഹോണസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. ഞാൻ കുറേ സ്ഥലത്തേക്ക് കാണുന്നത്. ഹോണസ്റ്റ് കുറേ സ്ഥലത്തുണ്ട് ഇങ്ങനെ. ഇവിടെ ചോക്ലേറ്റിന് ഭയങ്കര ഇതാണ്. ഗണ്ണിൻ്റെ ഷോപ്പ്. ഗണ്ണ് डालने पड़ते लेकिन खींचना हर बार पड़ता है। ये पूरा एयर गन है। सब है ये देखने का दिखा दूंगा ना, पसंद करो कैसे लेनी है। है। ये लो, ये वाला कितना है? ये 850। 850। हाँ, हाँ, इतना कम है। 850 to 50 1500 हाँ। 2500। हाँ, ज़्यादा कम है। 7500। ये क्या है? ये 3200 देखने का। एयर पिस्टल। मैं परचेज नहीं, ये देखने का। कोई बात नहीं, हाँ। यार, देख लो ये लो। हाय, ഇവിടെ സാധനമായിട്ടില്ല. കണ്ടു
ये ओरिजिनल गन का शेप है। ये आएगा 12,500। कितना? 12,500। 12,500। ये दिखाओ। ये 12,500 ആണ്. ये आएगा 18 राउंड। हैं? यहाँ से मैगजीन खुल जाता है, पीछे का पड़ता है, आगे दबाना, यहाँ से मैगजीन बाहर आता है, एक साथ 18 डाल दो, ഓക്കെ. टीगल लो पता था। ഇത് ഞങ്ങളുടെ മിലൂപിൻ്റെ ഉണ്ട്. അവ എത്ര 5,000 6,000 വാങ്ങിച്ചുള്ളത്. 12,000 രൂപയാണ് മിലൂപ്. എന്താ ചെയ്യാലേ? ഇപ്പം ഇടത്ത സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കി സിനിമയിലെ കാണുന്ന പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഗവൺമെൻറ് സാധനങ്ങൾ. എന്ത് കാര്യം ഇറക്കണ്ട. ഇനി ഇവിടുന്ന് ഇറങ്ങാൻ നോക്കാം. ഇവിടെ പെണ്ണുങ്ങളുടെ കുറേ ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ സാധനമുണ്ട്. ഇനി ഇവിടുന്ന് ഇറങ്ങാൻ നോക്കാം. എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാം. വിശക്കുണ്ട്. നല്ല വിശപ്പുണ്ട്. കുറേ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. എന്നിട്ട് നോക്കാം. ഈ വറുത്താ എന്താല്ലേ മൾബറി ഉണ്ടല്ലോ ഇവിടെ. അയ്യോ എല്ലാവരും കൂടി പിടിച്ചു നോക്കടേ. എല്ലാവരും കൂടി പിടിച്ചു. ഒരു രക്ഷയില്ല. ഇതാണ് ഒരു അടുത്തേക്ക് ഒരു മടി. മൾബറി ഒക്കെ ഇവിടുന്നാണ് അവർക്ക് ഈ നേരത്തെ കിട്ടണേ. ഇടിക്കും ഒരു വന്നിട്ട്. അങ്ങനെ നമ്മുടെ യാത്ര കഴിഞ്ഞിട്ടൊന്നത്തോടെ നിർത്തുകയാണ്. ഇനി ഞാൻ നേരെ ഇവിടുന്ന് ടാക്സി കിട്ടേണ്ട പരിപാടി നോക്കട്ടെ. बोलो। विजित भैया, तुम्हारे बीबी का क्या नाम है? नमिता। विजित भैया चाय में पत्ती नहीं तो पीने का क्या मजा। विजित भैया चाय में पत्ती नहीं तो पीने का क्या मजा। विजित भैया के साथ में नामिका दीदी न हो तो घूमने का क्या मजा। तुम्हारी लड़की है छोटी? नहीं बच्चा नहीं है। विजित भैया सपनों का महल टूट जाता है, प्यार में कभी न कभी धोखा मिल जाता है। विजित भैया सपनों का महल टूट जाता है, प्यार में कभी न कभी धोखा मिल जाता है। विजित भैया अपने जोश ना करे जिंदगी हमारे। विजित भैया चोट खा के भी आगे बढ़ जाता है। नामिका दीदी टंकी में पानी। नामिका दीदी टंकी में पानी। नामिका दीदी है परियों की रानी। विजित भैया चप्पल है छोटी, पैर में नहीं आती। नामिका दीदी है मोटी, भैया के बगल में नहीं आती। विजित भैया सपनों का महल टूट जाता है, प्यार में। विजित भैया कोई लड़कियां बोलती है मेरे को आर्मी के लोग पसंद नहीं। विजित भैया कोई लड़कियां बोलती है कि मेरे को आर्मी के लोग पसंद नहीं। अपने विजित भैया ने मुस्कुरा के जवाब दिया, शेरों का शेरनी लगते हैं, बंदरिया बकरियां नहीं। कितनी है? ये क्या है? शायरी मतलब क्या है? मतलब मैंने सुना ही है ना। हाँ। इसका नाम शायरी है। हाँ। फुल ब्रांड ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ फुल पड़प सामने। हाय यूट्यूबर हाँ यूट्यूबर। क्या नाम इधर मेरा नाम रजित है। इसमें सर इंटरव्यू आप बढ़िया इंटरव्यू हमारा इंटरव्यू क्या? ये इधर ज्यादा पैसा है? नहीं हमारी भी ओन एमआरपी हैं? ओन एमआरपी Yes. ये वाले का डबल ब्लैक कितना? 4770 रुपये। ये इंग्लिश में बोलो। हिंदी नहीं है। इंग्लिश में बोलो। कैलकुलेटर में टाइप हैं? ओनली हिंदी टाइप कर दो, स्पीकिंग नहीं। 3570। हाँ इतना है। 3570। ये कैन बोतल की इतना बियर कैन का इतना बियर बोतल कैन कैन 130। हाँ ओके। स्टार्टिंग रेट इज 130। हाँ स्टार्टिंग 130। ओके। यस मेरी बात सुनो, आपका चैनल नंबर बोलो किस में? हाँ 1 मिनट। मैं ऑल इंडिया साइकिलिस्ट है। मैं केरला से साइकिल में आएगा। ये यूट्यूब ये इंस्टाग्राम है। अभी यूट्यूब लाइव चल रहा होगा। लाइव नहीं है, वीडियो रिकॉर्डिंग है। अपलोड करोगे आप? हाँ हमारी वीडियो अपलोड करोगे तैयार होगी? हाँ। ठीक है, तो हमारे बारे में कुछ पूछो, अच्छी चीज़ बताओ ना आप हमारे को। അങ്ങനെ മൗണ്ട് അബുവിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് മെല്ലെ ഇറങ്ങാൻ വിചാരിച്ചപ്പോഴാണ് ജീപ്പ് കിട്ടിയത്. പോകുമ്പോൾ ഒരു ടവേറയിൽ പോയി നടന്നു, വരുമ്പോൾ ഒരു ജീപ്പാണ് കിട്ടിയത്. ജീപ്പിൽ വരുമ്പോൾ ഒരാളറിയണാരുടെ 60 രൂപയ്ക്ക് അയക്കുന്നത്, തിരിച്ച് വരുമ്പോൾ 100 രൂപ പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ തെറ്റത്തിരിക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കുക. അങ്ങനെ ഉള്ളിൽ കയറിയിട്ട് തൽക്കാലം പറ്റുന്ന പോലെ വീഡിയോ എടുത്തു. അങ്ങനെ നല്ല ഹിൽ സ്റ്റേഷനാണ്. പോകുമ്പോഴാണെന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല, വരുമ്പോഴേക്കും എടുക്കാൻ വിചാരിച്ച് നോക്കുമ്പോൾ വരുമ്പോഴും പോസ്റ്റ്. അങ്ങനെ ഒരു 6:30 ആവാറായിട്ട് സമയം. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്തു. ഉഷാറായി.
अभी आएगा ഓക്കെ. അങ്ങനെ എനിക്കിന്ന് ഇവിടെ ഒരാൾ ഇവിടെ വന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കണ നേരത്തേക്ക് ഒരു സ്റ്റെയർ റെഡിയാക്കി എന്താ അങ്ങനെ അയാൾ ഈ കാണണില്ലേ മോഡേറ എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയലിൻ്റെ ഈ ഓഫീസർ കോളനിയുടെ ഉള്ളിലാണ്. അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് വന്ന് കൊടുക്കുക. സിഗ്നേച്ചർ അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നത്. അങ്ങനെ ആൾ വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡിലുള്ള ആളാണ്. അങ്ങനെ ആൾ വന്നിട്ട് സംസാരിച്ചിട്ട് സിമ്പിളായിട്ട് എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇവിടെ ഇപ്പം എന്തായിരിക്കും മോളിക്ക് പോകാൻ പറ്റില്ലേക്ക് എവിടെയെങ്കിലും ഷെയർ റെഡിയാക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ആൾ നല്ല കമ്പനിയിലാന്ന് ചോദിക്കണം. അപ്പം ഞാൻ ചോദിച്ചു എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാനുള്ള സെറ്റപ്പ് ചെയ്യാണ്ടിരുന്നു. ഇവിടെ പെട്രോൾ ഒന്നും ഇല്ല അടുത്ത് ഉള്ളതിൽ ഒരെണ്ണത്തിലും ചോദിച്ചപ്പോൾ ഒരു ടെൻ്റ് അടിക്കാൻ പറ്റില്ല റെസ്റ്റ് എടുത്തിട്ട് പോകാന്നുള്ള രീതിയിൽ പറഞ്ഞേ. അങ്ങനെ ആൾ പറഞ്ഞു ആൾക്ക് ഇവിടെ റൂമുണ്ട് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് പോന്നു. അങ്ങനെ സീനുണ്ടോ ചോദിച്ചപ്പോൾ സീനൊന്നും ഇല്ല പറഞ്ഞേ. അങ്ങനെ ഞാൻ പോയി. അങ്ങനെ ആളോട് സംസാരിച്ചപ്പോൾ ആളെന്ന് പറഞ്ഞാൽ ഈ മോഡേറ എന്ന് പറഞ്ഞുള്ള ഈ കമ്പനി ഇല്ല എന്ന് പറഞ്ഞാൽ വലിയൊരു 100 ഏക്കറിലുള്ളതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇത് ഇവരുടെ പണിക്കാർക്ക് മാത്രം നിൽക്കാനുള്ളതാണ്. കുറേ ഗസ്റ്റ് ഹൗസുകൾ പോലെ ആയിട്ടുള്ളത്. അങ്ങനെ ആളോട് ചോദിച്ചിട്ട് റൂമിലെത്തിയിട്ട് സംസാരിച്ച് വന്നപ്പോൾ ഇതിൻ്റെ മെയിൻ ആൾക്ക് മെയിൻ എന്ന് പറഞ്ഞാൽ മെയിൻ ആൾ ഉള്ളതില്ലേ അയാൾക്ക് എത്രയുണ്ട് കോടിയാണ് വരുമാനം വരണേന്ന്. ഇതിന്ന് പറഞ്ഞാൽ ആള് സൂപ്പർ ഹെഡാ അങ്ങനെ എന്തോ ഇത് പറഞ്ഞ പൊസിഷൻ പറഞ്ഞ 3ാമത്തെ പൊസിഷൻ പറഞ്ഞ ആളുടെ. അങ്ങനെ ഞാൻ വിചാരിച്ചില്ല ഇയാൾ ഇത്ര സെറ്റപ്പ് വന്നു ഗംഭീര സെറ്റപ്പ് ആള് എന്ത് വലിയ ആളാന്ന് വിചാരിച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ സാധാ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി നടക്കുമ്പോൾ ചാടി കളിക്കുന്നത്. നല്ല വയസ്സായിട്ടുള്ള 10-66 വയസ്സൊക്കെ ഉണ്ട് ചാടി കളിച്ച് നടക്കുന്നുണ്ട്. പക്ഷേ ഗംഭീര സെറ്റപ്പുള്ള ആളാണ്. അങ്ങനെ റൂമിൽ കൊണ്ടുപോയി ആൾക്ക് സെപ്പറേറ്റ് റൂമൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാവരും കാണുമ്പോൾ ആളെ വേറെ ആളാണ് മനസ്സിലായില്ലേ ഗവൺമെൻറ്. അങ്ങനെ അങ്ങനത്തെ ഒരാളെ പരിചയപ്പെടാൻ പറ്റി. ആൾ പറഞ്ഞു സൈക്കിൾ കൊണ്ടിരുമ്പോൾ സൈക്കിളിൻ്റെ മുന്നിലുള്ള ബോർഡ് ഒന്നും കാണിക്കണ്ട ആൾക്കാരും ചോദിച്ചുകൊണ്ടിരിക്കും. ആളുടെ ഒരു ഇതിൽ കൊണ്ടുവരുന്നല്ലേ നമ്മളെ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാക്കണ്ട ചോദിച്ചിട്ട് ബോർഡൊക്കെ ഊരിയിട്ട് വേഗം വെച്ചിട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ വെച്ചിട്ട് വന്നു. അങ്ങനെ സെറ്റായി. അപ്പോൾ നേരെ വേഗം പോയായിരുന്നു. ആൾ പറഞ്ഞു ഇങ്ങനെ ക്യാമറ ഒന്നും എടുത്തിട്ട് നടക്കണ്ട പറഞ്ഞു. ഇപ്പോൾ പിന്നെ വൈകുന്നേരം ആയില്ലേ എന്നെ നല്ല ക്യാമറ എടുക്കുക കാര്യങ്ങൾ പറയണ്ട നമുക്ക്. അങ്ങനെ ഇപ്പോൾ ആളുടെ റൂമിലേക്ക് എത്തണ വഴി ഞാൻ കാണിച്ചു തരാം. ആളുടെ റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയ്സിൻ്റെ ഇവിടെ ഫാമിലിയോളായിട്ട് ജീവിക്കുന്നവർക്ക് സെപ്പറേറ്റ് ഉണ്ട്. ആൾ പിന്നെ ഒറ്റയ്ക്ക് കാരണം ആൾക്ക് സെപ്പറേറ്റാണ്. അതിൽ പറഞ്ഞാൽ ആ ബിൽഡിങ്ങിൽ കുറേ ആൾക്കാരുണ്ട്. ഇതാ റൂം നമ്പർ 28 നടന്ന ആളുടെ. അതിൽ കുറേ ബോയ്സ് മാത്രമല്ല ബാക്കിയുള്ളതിലൊക്കെ ഫാമിലിയായിട്ട് ജീവിക്കുന്നവർക്ക്. അതിൽ മൊത്തം ബോയ്സ്. അങ്ങനെ അങ്ങനെ മൗണ്ട് അബു അത്യാവശ്യം കാണാൻ പറ്റുന്നൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ കൊണ്ട്. 2-3 മണിക്ക് ഇറങ്ങിയതാട്ടോ. 3 മണിക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ എത്ര നേരമായി അറിയൂ? 7 മണി ആയിട്ടുള്ളൂ. 6:51. 1 മണിക്കൂർ വേണ്ട ഇങ്ങോട്ടും കൂട്ടിയിട്ട് 1 മണിക്കൂർ. കുറേ നാൾ വണ്ടിയിൽ പോകാണ്ടേ. വണ്ടിയിൽ ജീപ്പിൽ പോയിരുന്നപ്പോൾ ഛർദ്ദിക്കാനൊക്കെ വന്നിട്ട് ആകെ സീനി. ഛർദ്ദിക്കുന്ന പേടിച്ചിട്ട് അവിടെ നടന്നേ. ആ പുള്ളിൽ നിന്ന് അങ്ങനെ കിടന്ന് ഇങ്ങനെ തേട്ടില്ലേ അതേപോലെ കിടന്ന് കിടന്നിട്ട്. അങ്ങനെ ഇതാണ് ആളുടെ സ്ഥലം. ഞാൻ നേരെ റൂമിക്ക് ഓട്ടാരെങ്കിലും ചോദിക്കുകയാണോ ഇനി. ആളുള്ളത് മാത്രമല്ല അറിയുള്ളൂ, നമുക്ക് വേറെ കൂടുതലായിട്ടൊന്നും അറിയില്ലല്ലോ. അങ്ങനെ കുറേ ആൾക്കാർ പുറത്തൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാരിന് ഇന്ന് സൺഡേ ആയിരുന്നൊക്കെ ഇന്ന് ലീവല്ലേ. സൈക്കിൾ ഉണ്ടാണാവോ? സൈക്കിളുണ്ട് മക്കളത്. ഇതിൻ്റെ മുകളിലാണ് സൈക്കിൾ. നേരെ സൈക്കിൾ ഒരു പ്രാവശ്യം വന്ന് പുള്ളിക്ക് വഴിയൊക്കെ കാണാൻ പാടായിക്ക്. ഫസ്റ്റൊക്കെ നല്ല കയറുക. തലയൊക്കെ ഇറങ്ങുന്നുണ്ട്. ൻ്റെ ഓപ്പോസിറ്റ് 18. ഇതാണ് റൂം. ഹായ്. देखने के सर हाँ ये क्लीन है. वीडियो हाँ ट्रिप कैसा था? ट्रिप अच्छा है. हाँ मोटरसाइकिल नहीं, ये थोड़ा वॉकिंग का. और वो आपका वो जो लेक था. അവളോട് സംസാരിച്ച് ഭക്ഷണം കഴിച്ചു. ചപ്പാത്തിയും ചോറൊക്കെ കഴിച്ചു. ഇനി കിടന്നുറങ്ങാൻ പോവുക. സുഖമായി.
അപ്പോൾ ശരി കേട്ടോ, ഗുഡ് നൈറ്റ് എല്ലാവർക്കും.